ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെയും സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെയും ചെറിയ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് വേണം സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലേക്ക് വരാൻ വേണ്ടിയിട്ട്. സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും ഒബ്സർവ് ചെയ്യുക, സിമ്പിൾ ഫ്യൂച്ചറും അതിനുശേഷം ജസ്റ്റ് ഒബ്സർവ് ചെയ്ത് പഠിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് സിമ്പിൾ ആയിട്ട് തന്നെയാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബുകൾ വിൽ അല്ലെങ്കിൽ ഷോൾ ആണ്. രണ്ടും ഉപയോഗിക്കാം. വില്ലോ ഷാലോ ഉപയോഗിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ്. ശ്രദ്ധിക്കുക, വിൽ ഷാൽ എന്നീ ഓക്സിലറി വെർബുകൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ്. വിൽ അല്ലെങ്കിൽ ഷാൽ എന്നീ ഓക്സിലറി വെർബുകൾ കഴിഞ്ഞ് V1 വെർബിന്റെ ഫസ്റ്റ് ഫോം, വെർബിന് 4 ഫോംസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ V1 2 ഉണ്ട്. V1 2 തരത്തിലുണ്ട്. വെർബിന് മൊത്തം 4 ഫോംസ് ഉണ്ട്. അതിൽ V1 2 തരത്തിലുണ്ട്. പ്ലേ V1 ആണ്, അത് പ്ലൂറൽ V1 ആണ്. അതിന്റെ സിംഗുലർ V1 പ്ലേസ് ആണ്. പ്ലേസ്, പ്ലേ, പ്ലേസ്. ജംപ് പ്ലൂറൽ V1 ആണ്, അതിന്റെ സിംഗുലർ V1 ജംപ്സ് ആണ്. ഒരു S ചേർക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ. കിൽ എന്ന് പറയുന്നത് പ്ലൂറൽ V1 ആണ്, അതിന്റെ V1 ആണ്. V1 പ്ലൂറൽ V1, അതിന്റെ കൂടെ S ചേർത്താൽ സിംഗുലർ V1. കിൽസ് എന്നുള്ളത് സിംഗുലർ V1 ആണ്. S ഫോർ സിംഗുലർ എന്നായിരിക്കുക. വെർബിന്റെ കൂടെ S ചേർത്താൽ സിംഗുലർ ആണ്. വെർബിന്റെ V1ന്റെ കൂടെ S ചേർത്താൽ, ചിലപ്പോൾ ചില വെർബുകളിൽ IES ഒക്കെ ആയിരിക്കും ചേർക്കേണ്ടത് കേട്ടോ. വെർബിന്റെ കൂടെ S ചേർത്താൽ, കോമൺ ആയിട്ട് ഞാൻ പറയുന്നു, S ചേർത്താൽ അത് സിംഗുലർ V1 ആണ്. ഓക്കെ. ഈറ്റ് എന്ന് പറയുന്ന ഒരു വെർബാണ്. ഈറ്റ് V1 ആണ്, അത് പ്ലൂറൽ V1 ആണ്. അതിന്റെ സിംഗുലർ V1 എന്ന് പറയുന്നത് S ചേർക്കുക. എന്താണ്? ഈറ്റ്സ്. ഓക്കെ. ഈറ്റ്സ് ഈസ് ചേർത്താൽ ക്രൈ എന്നത് V1 ആണ്, അതിന്റെ സിംഗുലർ V1 ക്രൈസ്, IES ആണ് ചേർത്തത്, ശ്രദ്ധിക്കണം. ഓക്കെ. ക്രൈസ്. ഓക്കെ. ഇതാണ് സിംഗുലർ V1ഉം പ്ലൂറൽ V1ഉം തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, വില്ലും ഷാലും കഴിഞ്ഞ് പ്ലൂറൽ V1 വന്നാൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. സബ്ജക്റ്റ് കഴിഞ്ഞ് വിൽ അല്ലെങ്കിൽ ഷാൽ കഴിഞ്ഞ് പ്ലൂറൽ V1 ഉപയോഗിക്കാൻ പാടുള്ളൂ. പ്ലേയെ ഉപയോഗിക്കാൻ പാടുള്ളൂ, പ്ലേസ് ഉപയോഗിക്കരുത്. വില്ലും ഷാലും കഴിഞ്ഞ് ജംപ് ഉപയോഗിക്കാൻ പാടുള്ളൂ, ജംപ്സ് ഉപയോഗിക്കരുത്. വിൽ അല്ലെങ്കിൽ ഷാൽ കഴിഞ്ഞ് ഈറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ, ഈറ്റ്സ് ഉപയോഗിക്കരുത്. ഇതെല്ലാം എറർ ഡിറ്റക്ഷനിൽ വരുന്നതാണ്. പലവട്ടം ചോദിച്ചിട്ടുണ്ട്, പല എക്സാമിനേഷൻസിനും ചോദിച്ചിട്ടുണ്ട്. SSC, PSC, IBPS എക്സാമിനേഷൻസിനെല്ലാം ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എറർ ഡിറ്റക്ഷനിൽ. നമുക്കിതിൻ്റെ സ്ട്രക്ചർ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. വില്ലും ഷാലും കഴിഞ്ഞ് പ്ലൂറൽ V1 വന്നു കഴിഞ്ഞാൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. ഓക്കെ. ഇത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലുള്ള കുറച്ച് സെന്റൻസുകളാണ് ഇവിടെ കാണുന്നത്. ഹി വിൽ പ്ലേ ക്രിക്കറ്റ്, ഷീ വിൽ പ്ലേ ക്രിക്കറ്റ്, ദേ വിൽ പ്ലേ ക്രിക്കറ്റ്, ഐ ഷാൽ പ്ലേ ക്രിക്കറ്റ്, വി ഷാൽ പ്ലേ ക്രിക്കറ്റ്. ശ്രദ്ധിക്കണം, ഐ ഷാൽ, വി ഷാൽ എന്നാണ് പറയുക. കാരണമുണ്ട് അതിന്. ഓക്കെ. ഹി സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂരൽ ആയാലും, സബ്ജക്റ്റ് ഹി സിംഗുലർ ആണ്, ഷീ സിംഗുലർ ആണ്, എന്നാൽ ദേ പ്ലൂരൽ ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂരൽ ആയാലും വിൽ കഴിഞ്ഞ് എന്ത് വേണം? പ്ലേ, പ്ലൂരൽ V1 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിൽ കഴിഞ്ഞ് പ്ലേ ആണ് ഉപയോഗിക്കുക. നേരത്തെ പറഞ്ഞല്ലോ, വില്ലും ഷാലും കഴിഞ്ഞ്, ശ്രദ്ധിക്കുക, വില്ലും ഷാലും കഴിഞ്ഞ് പ്ലേ ആണ് ഉപയോഗിക്കേണ്ടത്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ വിൽ, ഷാൽ എന്നീ ഓക്സിലറി വെർബുകൾക്ക് ശേഷം പ്ലൂരൽ V1 ഉപയോഗിക്കൂ. ഓക്കെ. ഇവിടെ റൈറ്റ് ആണ് എഴുതേണ്ടത് എങ്കിൽ, റൈറ്റ് എന്ന വെർബാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ ഹി വിൽ റൈറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഹി വിൽ റൈറ്റ് ആണ് ശരിയായിട്ടുള്ള യൂസേജ്. വിൽ കഴിഞ്ഞാൽ പ്ലൂരൽ V1 വേണം ഉപയോഗിക്കാൻ. ഹി വിൽ റൈറ്റ്സ് എന്ന് പറയരുത്. ഓക്കെ. ഹി വിൽ റൈറ്റ് എന്ന് വേണം ഉപയോഗിക്കാൻ. കാരണം വിൽ എന്ന ഓക്സിലറി വെർബിന് ശേഷം പ്ലൂരൽ V1 ഉപയോഗിക്കൂ. വിൽ എന്ന ഓക്സിലറി വെർബിന് ശേഷം ഷാലിനും വില്ലിനും ശേഷം പ്ലൂരൽ V1 ഉപയോഗിക്കൂ. ദേ വിൽ എന്താണ് ഉപയോഗിക്കേണ്ടത്? ദേ വിൽ ഈറ്റ് എന്ന വെർബ് ഞാൻ ഉപയോഗിക്കുകയാണ്. ദേ വിൽ ഈറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഈ ദേ പ്ലൂറൽ ആയതുകൊണ്ടല്ല ഇവിടെ ഈറ്റ് ഉപയോഗിച്ചത്, മറിച്ച് വില്ലിന് ശേഷം ഈറ്റ് എന്ന പ്ലൂറൽ V1 മാത്രമേ ഉപയോഗിക്കൂ. ഈറ്റ്സ് ഉപയോഗിക്കരുത്, അത് സിംഗുലർ V1 ആണ്. ശ്രദ്ധിക്കുക, ഐയും വിയും വരുമ്പോൾ സബ്ജക്റ്റ് ഐയോ വിയോ ആണെങ്കിൽ, ഐ ഓർ വി ആണെങ്കിൽ ഷാൽ എന്ന ഓക്സിലറി വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഐ ഓർ വി ആണെങ്കിൽ ഷാൽ എന്ന ഓക്സിലറി വെർബാണ് ഉപയോഗിക്കേണ്ടത്.
എന്നാൽ ഐ വിൽ പ്ലേ എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ, ഗ്രാമാറ്റിക്കലി തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റില്ല. ഐ വിൽ പ്ലേ എന്ന് പറയാം, വി വിൽ പ്ലേ എന്ന് പറയാം, തെറ്റില്ല. പക്ഷേ അതിൻ്റെ മീനിങ്ങിൽ ചെറിയ ഒരു വ്യത്യാസം വരുന്നു. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ഇത്രയുമേ ഉള്ളൂ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.